എസ്തേർ 13-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. രാജാവ് അവളോട് ചോദിച്ചു, എസ്തേർ രാജ്ഞി, എന്താണ് കാര്യം? എന്താണ് നിനക്ക് വേണ്ടത്? രാജ്യത്തിൻ്റെ പകുതി തന്നെയായാലും അത് ഞാൻ നിനക്ക് നൽകാം. എസ്തേർ പറഞ്ഞു, രാജാവിന് ഇഷ്ടമാണെങ്കിൽ ഇന്ന് രാജാവിന് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും വരണം. രാജാവ് കൽപ്പിച്ചു, എസ്തേറിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ഹാമാനെ ഉടനെ വരുത്തുക. അങ്ങനെ എസ്തേർ ഒരുക്കിയിരുന്ന വിരുന്നിന് രാജാവും ഹാമാനുമെത്തി. അവർ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കെ രാജാവ് എസ്തേറിനോട് ചോദിച്ചു, എന്താണ് നിന്റെ അപേക്ഷ? അത് നിനക്ക് സാധിച്ചു തരാം. നിനക്ക് എന്താണ് വേണ്ടത്? രാജ്യത്തിൻ്റെ പകുതി തന്നെയാണെങ്കിലും ഞാൻ നൽകാം. എസ്തേർ പറഞ്ഞു, എൻ്റെ അപേക്ഷയും ആവശ്യവും ഇതാണ്. രാജാവിന് എന്നോട് പ്രീതിയുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷയും ആവശ്യവും സാധിച്ചു തരാൻ അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഒരുക്കുന്ന വിരുന്നിന് നാളെയും രാജാവും ഹാമാനും വരണം. രാജാവ് ആവശ്യപ്പെട്ടത് നാളെ ഞാൻ ചെയ്തു കൊള്ളാം. ഹാമാൻ അന്ന് സന്തുഷ്ടനായി ആഹ്ലാദഭരിതനായി തിരികെ പോയി. എന്നാൽ രാജാവിൻ്റെ പടിവാതിൽക്കൽ തൻ്റെ മുമ്പിൽ എഴുന്നേൽക്കാതെയും ഒന്നനങ്ങുക പോലും ചെയ്യാതെയും ഇരിക്കുന്ന മൊർദെഖായിയെ കണ്ടപ്പോൾ ഹാമാൻ അവനെതിരെ കോപം കൊണ്ട് നിറഞ്ഞു. എന്നാൽ അവൻ തന്നെ നിയന്ത്രിച്ച് വീട്ടിലേക്ക് പോയി. അവൻ തൻ്റെ കൂട്ടുകാരെയും ഭാര്യയെയും സെരേഷിനെയും വിളിച്ചു. തൻ്റെ ധനമഹിമ, സന്താന ബാഹുല്യം, രാജാവ് തന്നെ ബഹുമാനിച്ച് നൽകിയ സ്ഥാനകയറ്റങ്ങൾ, രാജാവിൻ്റെ പ്രഭുക്കന്മാരെയും സേവകരെയും കാൾ തനിക്ക് നൽകിയ ഉയർച്ച, ഇവയെല്ലാം ഹാമാൻ അവരോട് വിവരിച്ചു. അവൻ തുടർന്നു, എസ്തേർ രാജ്ഞി താൻ ഒരുക്കിയ വിരുന്നിന് രാജാവിനോടൊപ്പം ചെല്ലാൻ എന്നെയല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല. നാളെയും രാജാവിനോടൊപ്പം ചെല്ലാൻ അവൾ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. എങ്കിലും മൊർദെഖായി എന്ന യഹൂദൻ രാജാവിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം കാലം ഇതൊന്നും എനിക്ക് തൃപ്തി നൽകുന്നില്ല. അപ്പോൾ അവൻ്റെ ഭാര്യ സെരേഷും അവൻ്റെ സകല സ്നേഹിതന്മാരും പറഞ്ഞു, 50 മുഴം ഉയരമുള്ള ഒരു കഴുമരമുണ്ടാക്കുക. രാവിലെ തന്നെ ചെന്ന് രാജാവിനോട് പറയണം, മൊർദെഖായിയെ അതിന്മേൽ തൂക്കണമെന്ന്. പിന്നെ ആനന്ദത്തോടെ രാജാവിനോടൊത്ത് വിരുന്നിന് പോവുക. ഈ ഉപദേശം ഹാമാൻ ഇഷ്ടപ്പെട്ടു. അവൻ കഴുമരവും ഉണ്ടാക്കി വെച്ചു. എസ്തേർ 14-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആ രാത്രി രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സ്മരണാർഹമായ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ദിനവൃത്താന്ത ഗ്രന്ഥം കൊണ്ടുവരാൻ അവൻ കൽപ്പന കൊടുത്തു. അവ രാജാവ് വായിച്ചു കേട്ടു. പടിവാതിൽക്കൽ കാവൽക്കാരും രാജാവിൻ്റെ ഷണ്ഡന്മാരുമായ ബിഗ്ധാനായും തെരേഷും അഹസ്വേരോസ് രാജാവിനെ വധിക്കാൻ ശ്രമിച്ചതും അക്കാര്യം മൊർദെഖായി അറിയിച്ചതും അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ രാജാവ് ചോദിച്ചു, ഇതിന് എന്ത് ബഹുമതിയും എന്ത് സ്ഥാനവുമാണ് മൊർദെഖായിക്ക് നൽകിയത്? രാജാവിനെ ശുശ്രൂഷിച്ചിരിക്കുന്ന സേവകന്മാർ പറഞ്ഞു, അവനൊന്നും കൊടുത്തില്ല. രാജാവ് കൽപ്പിച്ചു, അങ്കണത്തിൽ ആരുണ്ട്? മൊർദെഖായിക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കഴുമരത്തിൽ അവനെ തൂക്കാൻ രാജാവ് കൽപ്പിക്കണമെന്ന് പറയാൻ വന്ന ഹാമാൻ കൊട്ടാരത്തിന് പുറത്തെ അങ്കണത്തിൽ നിന്ന് അപ്പോൾ പ്രവേശിച്ചതേയുള്ളൂ. രാജാവിൻ്റെ സേവകന്മാർ പറഞ്ഞു, അങ്കണത്തിൽ ഹാമാനുണ്ട്. രാജാവ് കൽപ്പിച്ചു, അവൻ അകത്ത് വരട്ടെ. അകത്ത് വന്ന ഹാമാനോട് രാജാവ് ചോദിച്ചു, രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ആളിന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? ഹാമാൻ ഉള്ളിൽ കരുതി, എന്നെ അല്ലാതെ ആരെയാണ് രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നത്? ഹാമാൻ രാജാവിനോട് പറഞ്ഞു, രാജാവ് ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്നതിനു വേണ്ടി രാജാവ് ധരിച്ചിട്ടുള്ള രാജകീയ വസ്ത്രങ്ങളും കിരീടധാരിയായ രാജാവ് സഞ്ചരിച്ചിട്ടുള്ള കുതിരയും കൊണ്ടുവരട്ടെ. വസ്ത്രങ്ങൾ, കുതിര എന്നിവയെ രാജാവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രഭുവിനെ ഏൽപ്പിക്കട്ടെ. രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനെ ആ വസ്ത്രഭൂഷണങ്ങൾ അണിഞ്ഞ് കുതിരപ്പുറത്തിരുത്തി താൻ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് രാജാവ് ഇങ്ങനെ പെരുമാറുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ നഗരവീഥിയിലൂടെ കൊണ്ടുപോകട്ടെ. അപ്പോൾ രാജാവ് ഹാമാനോട് കൽപ്പിച്ചു, വേഗം പോയി നീ പറഞ്ഞതുപോലെ വസ്ത്രങ്ങളും കുതിരയും കൊണ്ടുവന്ന് രാജാവിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുന്ന മൊർദെഖായി എന്ന യഹൂദനെ ആദരിക്കുക. നീ പറഞ്ഞതിൽ ഒരു കുറവും വരുത്തരുത്. അങ്ങനെ ഹാമാൻ വസ്ത്രങ്ങളും കുതിരയും കൊണ്ടുവന്ന്
മൊർദെഖായിയെ അണിയിച്ചൊരുക്കി. രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് ആർത്തു വിളിച്ച് അവനെ കുതിരപ്പുറത്തിരുത്തി നഗരവീതിയിലൂടെ കൊണ്ടു നടന്നു. അനന്തരം മൊർദെഖായി രാജാവിൻ്റെ പടിവാതിൽക്കലേക്ക് മടങ്ങി. ഹാമാനാകട്ടെ വിലപിച്ചുകൊണ്ടും മുഖം മൂടിക്കൊണ്ട് സ്വഭവനത്തിലേക്ക് ഓടിപ്പോയി. തനിക്ക് സംഭവിച്ചതെല്ലാം ഹാമാൻ തൻ്റെ ഭാര്യയെ സേരോഷിനോടും കൂടാരക്കാരോടും പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഉപദേഷ്ടാക്കളും ഭാര്യ സെരേഷും പറഞ്ഞു, നീ ആരുടെ മുമ്പിൽ നിന്റെ പതനം ആരംഭിച്ചുവോ ആ മൊർദെഖായി യഹൂദ ജനതയിൽപ്പെട്ടവനാണെങ്കിൽ അവനെതിരെ പിടിച്ചു നിൽക്കാൻ നിനക്കാവുകയില്ല. നീ അവൻ്റെ മുമ്പിൽ വീഴും തീർച്ച. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാജാവിൻ്റെ ഷണ്ഡന്മാർ വന്ന് എസ്തർ ഒരുക്കിയിരുന്ന വിരുന്നിനായി ഹാമാനെ വേഗം കൂട്ടിക്കൊണ്ടുപോയി.